പഠിച്ചിട്ടില്ല. ഞാൻ നാട്ടിലുണ്ടായിരുന്നില്ല ആ സമയത്ത്. പക്ഷെ അതിൽ ഖുർആനെയോ ഒരു പ്രത്യേക മതത്തെയോ അവഹേളിക്കുന്ന ഭാഗം ഉണ്ടെന്നാണ് പറയപ്പെടുന്നത്. അങ്ങനെയുള്ള ഒരു സിനിമയും അനുവദിച്ചുകൂടാ എന്നാണ് പറയാനുള്ളത്. മൊത്തത്തിൽ നമുക്ക് പറയാം, ഒരു മതത്തെയോ ഒരു സമുദായത്തെയോ വ്രണപ്പെടുത്തുന്ന വിധത്തിലുള്ള സിനിമകൾ ഒരിക്കലും അനുവദിച്ചുകൂടാ, അത് നിരോധിക്കേണ്ടതാണ് എന്ന് മാത്രമേ ഇപ്പോൾ അതിനെ സംബന്ധിച്ച് പറയാൻ കഴിയുള്ളൂ. പ്രദർശിപ്പിച്ചാൽ അത് എല്ലാ സ്ഥലത്തും എത്തുമല്ലോ. അപ്പൊ ഖുർആനെയോ ഇസ്ലാമിനെയോ അവഹേളിക്കുന്ന വല്ല വാർത്തകളും ഉണ്ടെങ്കിൽ പിന്നെ പ്രദർശിപ്പിച്ചു കഴിഞ്ഞിട്ട് മറ്റൊന്ന് പറയുന്നതിൽ അർത്ഥമില്ലല്ലോ. അതുപോലെ തന്നെ ഇനി ഹിന്ദുക്കളെയോ ക്രിസ്ത്യാനികളെയോ മറ്റേതെങ്കിലും ഒരു മതസ്ഥരെയോ വേദനിപ്പിക്കുന്ന വിധത്തിലുള്ള ഒരു സിനിമകളും ഇവിടെ ഉണ്ടാകാൻ പാടില്ല. അത് ഉണ്ടായാൽ അത് മതങ്ങൾ തമ്മിലുള്ള മൈത്രിക്കും മതസൗഹാർദ്ദത്തിനും ഹാനി വരുത്തും എന്നേ അതിനെ സംബന്ധിച്ച് പറയാൻ പറ്റുള്ളൂ. ഇസ്ലാമിനെ തകർത്താൻ ഒരു സിനിമക്കും ഒരു കാർട്ടൂണും കൊണ്ട് ആർക്കും കഴിയില്ല. അത് വേറെ വിഷയമാണ്. പക്ഷെ തകർക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞതുകൊണ്ട് ഇതിപ്പുറത്ത് ചെയ്യൽ അധിനിയമാണെന്ന് വരില്ലല്ലോ. അതൊക്കെ നൊണ്ടി ന്യായങ്ങൾ മാത്രമാണ്. അപ്പൊ മതസൗഹാർദ്ദം എന്ന ഒരു വസ്തു ഇവിടെ വേണം എന്ന് എല്ലാ മതക്കാരും അംഗീകരിക്കുന്നു, എല്ലാ ജാതിയും മതവും പറയുന്നു, പ്രസംഗിക്കുന്നു. എങ്കിൽ മറ്റൊരു മതം ഇതുകൊണ്ട് തകർന്നു പോകുമോ ഇല്ലയോ എന്ന ചോദ്യം അവിടെ പ്രസക്തമേ അല്ല. അത് ചെയ്യാൻ പാടില്ല എന്നതാണ് വിഷയം. ആശങ്കയല്ല, അഭിപ്രായം. മുസ്ലിം സമുദായത്തെ വ്രണപ്പെടുത്താനും ഇസ്ലാമിനെ തെറ്റിദ്ധരിപ്പിക്കാനും പ്രവർത്തിക്കുന്ന ഒരു വിഭാഗം എക്കാലവും ഉണ്ടായിട്ടുണ്ട്, അതുപോലെ ഇപ്പോഴും ഉണ്ട്. ആശങ്ക എന്ന് പറയാൻ പറ്റില്ല. ആശങ്ക എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് അതുകൊണ്ടെന്തോ പറ്റിപ്പോന്നുള്ള പേടി അല്ല ഞാൻ പറയുന്നത്. ഉണ്ട് എന്ന യാഥാർത്ഥ്യം ഇസ്ലാമിനെ വളർന്നു വരുന്ന തലമുറക്ക് മുമ്പിൽ തെറ്റായി അവതരിപ്പിക്കാനുള്ള പ്രവണതകൾ എല്ലാ കാലവും വന്നിട്ടുണ്ട്. അതിനെയെല്ലാം ആ കാലഘട്ടത്തിലുള്ള ബുദ്ധിജീവികൾ മുഴുവനും എതിർത്തിട്ടുണ്ട്. മുസ്ലിംകളും അല്ലാത്തവരും എതിർത്ത് പരാജയപ്പെടുത്തിയിട്ടുണ്ട്. അപ്രകാരം ഇന്നും ആ പ്രവണത കുറച്ച് കൂടി വരുന്നുണ്ട് എന്നതാണ് ഞങ്ങളുടെ അഭിപ്രായം. അതിനെ നാം നീതിയിലൂടെയും യുക്തിയിലൂടെയും നിയമത്തിന്റെ ഉള്ളിൽ നിന്നുകൊണ്ട് എതിർക്കുകയും വേണം. നിയമം കയ്യിലെടുക്കാൻ ആരെയും അനുവദിക്കാൻ പാടില്ല. ഞങ്ങൾ ബഹുഭാര്യത്തെ സംബന്ധിച്ചിടത്തോളം ഞങ്ങളുടെ ഈ ഒരൊറ്റ വാദം, അത് ഒരു കാലഘട്ടത്തിലും പാടില്ല എന്ന ഒരു നിയമം ഇവിടെ കൊണ്ടുവരാൻ പാടില്ല. അത് പരിശുദ്ധ ഖുർആനിനും മനുഷ്യത്വത്തിനും എതിരാണ്. എനിക്ക് സ്വന്തമായ ഒരു നയമില്ലല്ലോ. ഞാൻ സ്ത്രീകൾക്ക് വിരുദ്ധമാണോ അല്ലേ എന്ന ചോദ്യം പ്രസക്തമല്ല. കാരണം എനിക്ക് സ്വന്തമായ ഒരു നയമില്ല. ഇസ്ലാമിനൊരു നയമുണ്ട്. ആ ഇസ്ലാമിന്റെ നയം സ്ത്രീകൾക്ക് ഇസ്ലാം അനുവദിച്ചു കൊടുത്ത ധാരാളം സ്വാതന്ത്ര്യങ്ങൾ ഉണ്ട്. ഈ സ്വാതന്ത്ര്യങ്ങളെല്ലാം ഉള്ളതോടൊപ്പം സ്ത്രീകൾ അവരുടെ പാതിവൃത്തിയും അവരുടെ പരിശുദ്ധിയും കാത്തു സൂക്ഷിക്കുന്നതിനു വേണ്ടി പർദ്ദയും അതിനോട് അനുബന്ധപ്പെട്ട മറ്റ് നിബന്ധനകളും പാലിക്കണമെന്നാണ് ഇസ്ലാം പഠിപ്പിച്ചിട്ടുള്ളത്. സ്ത്രീകളെ വിദ്യാഭ്യാസം നൽകുന്നു. എന്റെ നേരെ കീഴിൽ തന്നെ ഞാൻ നടത്തുന്ന മർക്കസ് സഖാഫത്തി സുന്നിയയുടെ കീഴിലും അതിനോട് ബന്ധപ്പെട്ട് കേരളത്തിലുടനീളം നടക്കുന്ന സ്ഥാപനങ്ങളിലും കൂടാതെ കാശ്മീർ തൊട്ട് ഇന്ത്യയുടെ എല്ലാ സ്റ്റേറ്റുകളിലും ഞങ്ങൾ സ്കൂളുകൾ നടത്തുന്നുണ്ട്. ഈ സ്കൂളുകളിലെല്ലാം സ്ത്രീകൾ പെൺകുട്ടികൾ പഠിക്കുന്നുണ്ട്.
അങ്ങനെ ലക്ഷത്തിൽ പരം വിദ്യാർത്ഥിനികളെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഞങ്ങൾ അവർക്ക് വിരുദ്ധമാണെന്ന് പറയാൻ ബുദ്ധിയുള്ള ഒരാൾക്കും കഴിയുകയില്ല. സത്യത്തെ വളച്ചൊടിച്ചുകൊണ്ട് ഇവിടെ ജനങ്ങൾക്കിടയിൽ മതത്തെയും മതപണ്ഡിതന്മാരെയും താഴടിക്കാനുള്ള പ്രവർത്തനം ചിലർ നടത്തുന്നു എന്നതിന്റെ വ്യക്തമായ ഉദാഹരണമാണ് അത്. കാള പറ്റൂ എന്ന് പറയുമ്പോൾ കയറെടുക്കുന്ന സ്വഭാവമാണ്. സിറാജ് ദിനപത്രത്തിൽ ഞാൻ എഴുതിയ, എന്റെ ഇന്റർവ്യൂ ആയിട്ട് എഴുതിയ ആ ലേഖനം പോലും വായിച്ചു നോക്കാത്തവർ മാത്രമാണ് അതിനെ എതിർത്തിട്ടുള്ളതും അതിന്റെ ചർച്ചയിൽ എതിർക്കാൻ വേണ്ടി പങ്കെടുത്തിട്ടുള്ളതും. അതാണ് സത്യം. ഞാൻ അത്ഭുതപ്പെട്ടു. ഒരു മലയാളം വായിക്കാൻ അറിയാത്ത ഒരു മാസ്റ്റർ എങ്ങനെയാണ് ഇത്തരം വേദിയിൽ വെളിച്ചപ്പെടുത്തു വരുന്നത്? അയാളൊരു അധ്യാപകനാണ്, മലയാളം വായിക്കുന്ന ആളാണെന്ന് പറയുന്നു കേട്ടു. അയാൾ മലയാളം പഠിപ്പിക്കുന്ന ആളാണ്. മലയാളം വായിക്കാൻ അറിയാതെ ആൾ എങ്ങനെയാൾ മലയാളം പഠിപ്പിക്കുന്നു? ഈ ലേഖനത്തിൽ, ഈ ഇന്റർവ്യൂവിന്റെ മറുപടിയിൽ ഞാൻ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്, നിയമങ്ങൾ വേണം, നിയമങ്ങൾ ശക്തമായി നടപ്പിൽ വരുത്തുക തന്നെ വേണം. ഇസ്ലാം ശിക്ഷാ നടപടികൾ നിശ്ചയിച്ചിട്ടുള്ളത് ഏതെങ്കിലും ഒരു വിരോധം കൊണ്ടല്ല. ആ ശിക്ഷാ നടപടികളെ ഭയപ്പെട്ടുകൊണ്ട് ഭാവിയിൽ തെറ്റുകൾ ഇല്ലാതിരിക്കാൻ വേണ്ടി കൂടിയാണ് ഇസ്ലാം ശിക്ഷാ നടപടികൾ നിശ്ചയിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തീർച്ചയായും ശിക്ഷാ നടപടികൾ ഗൌരവമായി തന്നെ വേണം. അതേ സമയത്ത് ഇവിടെ ധാർമ്മികത നിലനിൽക്കണമെങ്കിൽ സാഹചര്യവും കൂടി നന്നായി വേണം. സാഹചര്യത്തിന് ഇതിൽ പ്രധാനമായ പങ്കുണ്ട്. ഇതാണ് ഞാൻ ആ ഇന്റർവ്യൂവിൽ പറഞ്ഞിട്ടുള്ളത്, അതാണ് പത്രത്തിൽ എഴുതിയിട്ടുള്ളതും. അപ്പൊ ആ പത്രം പോലും വായിച്ചു നോക്കാതെ ആരോ എവിടെയോ വെച്ച് പറയുന്നത് കേട്ട് അതിന് ചർച്ചകൾ സംഘടിപ്പിച്ചു. അതിന് കുറെ ക്യാമറകളും അതിന് കുറെ ചാനലുകളും മുന്നോട്ട് വന്നു. ഈ ചാനലുകൾ പോലും അത് നിങ്ങൾ വായിച്ചു നോക്കിയോ എന്ന് അവരോട് ചോദിക്കാത്തതിൽ അതും നമുക്ക് വലിയ അത്ഭുതമുണ്ട്. ഒരു വസ്തു പറഞ്ഞാൽ അത് വായിച്ചു നോക്കണമല്ലോ ഏറ്റവും ചുരുങ്ങിയത്. സ്ത്രീകളുടെ രംഗം കാത്തു സൂക്ഷിക്കണം, പുരുഷന്മാർ അവരുടെ രംഗം കാത്തു സൂക്ഷിക്കണം. ഈ രാജ്യത്ത് ധാർമ്മിക ബോധം വേണം. അതാണ് നമ്മൾ പറഞ്ഞിട്ടുള്ളത്. പറയാൻ ചിലർ ശ്രമിച്ചു, പക്ഷെ അവരെല്ലാം പരാജയപ്പെട്ട് അമ്പിപ്പോയി. അവർക്കാർക്കും ഇതുവരെ വെളിച്ചത്ത് വരാൻ, പിടിച്ചു നിൽക്കാൻ കഴിഞ്ഞില്ല. അതുകൊണ്ട് വീണ്ടും പിടിക്കാൻ കിട്ടുമോ എന്ന് നോക്കി ഒരു വള്ളി ഇപ്പോൾ ഉണ്ടാക്കിയതാണ്. യഥാർത്ഥത്തിൽ ഇത് ആരും ശ്രദ്ധിച്ചിട്ട് തന്നെയില്ല. ബുദ്ധിയുള്ള ആരും ഈ കളി ഒരു അർത്ഥമായി മനസ്സിലാക്കിയിട്ടും ഇല്ല. കാരണം ഞാൻ ഒരു പ്രസംഗത്തിൽ പറഞ്ഞ് കാറ്റിൽ പറന്നു പോയതല്ല, എഴുതപ്പെട്ട വിഷയമാണ്. അത് വായിച്ചു നോക്കിയാൽ തീർച്ചയായും സ്ത്രീകൾക്ക് ഒരുപാട് സ്വാതന്ത്ര്യം ഉണ്ടെന്നും ഉണ്ടാകണമെന്നും അതിൽ പറഞ്ഞിട്ടുണ്ട്. അതോടൊപ്പം സ്ത്രീകളുടെ കുത്തഴിഞ്ഞ ജീവിതം ഇന്ന് ലോകത്ത് വർദ്ധിച്ചു വരുന്നുണ്ട്. അതും ഒരു നാശത്തിന് കാരണമാകുന്നു. അതുകൊണ്ട് ഇസ്ലാം നിർദ്ദേശിച്ച ആ ജീവിത രീതി ഇന്ന് എല്ലാവരും അംഗീകരിക്കുന്ന പക്ഷം തീർച്ചയായും കുറ്റകൃത്യങ്ങളിൽ നിന്ന് മുക്തരാവാൻ കൂടുതൽ സാധ്യതയുള്ള